ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സംഭവം ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് വൈഫ് കുറെ ദിവസമായി പറിച്ചു നടത്തിയിട്ട് ഒരു സ്റ്റാൻഡ് ആയിക്കാട്ട്. വൈഫ് ഗർഭിണിയാണ്. അപ്പോൾ ഈ ഇരുത്തം ശരിയാവണില്ല, എഴുതാനും പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞു. അപ്പോൾ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്, എൻ്റെതായ ഒരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയാണ്. നമ്മളെ സ്റ്റേജുമൊക്കെ നമ്മളെ പീഠം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു ഏകദേശം ലെവൽ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ വെക്കാനുള്ള ഒരു ഏരിയ, പിന്നെ നമുക്ക് അത്യാവശ്യം ഇത് ഉള്ളിലേക്ക് നീക്കാം. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കഴിയും ഇങ്ങനത്തെ ഒരു ടേബിൾ ആകുമ്പോൾ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ചെറിയൊരു കട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക, പിന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ 3/4 പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡിന് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡിന് വേണ്ടിയിട്ട് 3 പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ ഇതടിക്കാൻ വേണ്ടിയിട്ട് ACP ബോർഡ് നമ്മൾ പാകത്തിനൊരു കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ മോഡൽ നമ്മൾ പണിയെടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ. നമുക്കിതിൻ്റെ പണി കാണാം. ഇതിപ്പോൾ അടിയത്തെ സ്റ്റാൻഡാണ്. പിന്നെ ഇതുമ്മേണ് ഇത് നിൽക്കുക. ഇത് മേലെ ACP സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബോർഡാണ്, ഒരു ഫ്രെയിമാണ് ബോർഡ് സെറ്റ് ചെയ്യാൻ. നമ്മുടെ സ്റ്റാൻഡ് ഏകദേശം ശരിയായിട്ടുണ്ട്. നമ്മൾ സ്റ്റേജുമ്പോൾ വെക്കുന്ന മോഡലാണ്. അതിലൊരു ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടൊരു അത്യാവശ്യം നല്ല സ്റ്റേ ഒക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിവിടെ ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ടൊരു ഭാഗം, ഇതിൻ്റെ ഹോളൊക്കെ അടച്ചു കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തൊരു കോണിയുടെ വർക്കാണിത്. അപ്പോൾ ഏകദേശം 14 അടി ഉണ്ട് കോണി. ഇതിന് നമ്മൾ കൈവരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് 2 പൈപ്പാണ്. പിന്നെ ഉള്ളിൽ 3/4 ഇത് 4 പൈപ്പാണ് നമ്മൾ തട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണിക്കുന്നുള്ളൂ. ഇതുപോലുള്ള വർക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം. ഇതിവിടെ ഇങ്ങനെ വാർപ്പന്നെ കൂട്ടിയിട്ട് ഒരു ലാൻഡിങ് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഇതാണ് ഇതിന് ഇടയ്ക്കുണ്ടാക്കിയൊരു കോണിയാണ്. പക്ഷെ നമുക്കിതിന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണമാണ് ഇത് മൊത്തത്തിലൊന്നും ഇങ്ങനെ കാണിച്ചുതരാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പഠിക്കാനൊക്കെ സെറ്റപ്പിലുണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണിത്. ഈ മേലെ കാണുന്നത് നമുക്ക് ഫ്ലവർ വെക്കാനുള്ള ഒരു സെറ്റാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് ആണ് ഇനി അടുത്ത പരിപാടി. ഇതിനായിട്ട് നമ്മൾ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യണത്. ഗണ്ണാണിത്. നമുക്കിതിൽ പെയിൻ്റൊക്കെ നിറക്കാം.
പ്രൈമർ അടിക്കൽ കഴിഞ്ഞിരിക്കണം. ഇനി ഇതുമൊരു കോട്ട് പെയിൻറ്റും കൂടി നമുക്ക് അടിക്കാം. സ്പ്രേ പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ട് ഒരു കോട്ട് പ്രൈമറും ഒരു കോട്ട് പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഗ്ലേസിങ് ആയി. ഇനി ഇതിന്മേ ഒരു ACP ബോർഡാണ് ഇതിൽ വരുന്നത്. പിന്നീട് നമുക്ക് ഇതിലൊരു ചെറിയ പോർഷൻ ACP ബോർഡ് വെക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പെയിൻറ്റ് വെച്ച് അടിച്ചതാണ്. ഇതിന് ഏറ്റവും നല്ലത് ബ്ലാക്ക് പെയിൻറ്റാണ്. കാരണം ഇതിൻ്റെ ACP ബോർഡ് വരുന്നത് ബ്ലാക്കാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള പെയിൻ്റ് ഉള്ളത് വെച്ചിട്ട് ഞാൻ അടിച്ചു എന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഈ ഹോൾ അടക്കാണ്ട് അതൊരു റബ്ബർ ബുഷ് വെച്ചിട്ട് അടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസിൽ തന്നെ ബുഷ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് താഴെയും മേലേക്ക് അടക്കാണ്ട് ഇനി ഉണങ്ങിയിട്ട് വേണം ഇതിൻ്റെ ACP ബോർഡ് സെറ്റ് ചെയ്യാൻ. നമ്മുടെ സ്റ്റാൻഡുമ്പോൾ ACP ബോർഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ കൊടുത്തുള്ള മാറ്റും ഇവിടെ കുറച്ച് ഗ്ലേസിങ് ലൈറ്റാണ് കൊടുത്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെക്കാനുള്ള ഒരു സാധനമുണ്ട്. വെച്ചാൽ സംഭവം ഉഷാറായി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ സാധനം. പഠിക്കാൻ ആവശ്യത്തിരുന്നിട്ട് പെണ്ണുങ്ങൾ പഠിക്കട്ടെ. ഫ്ലവറൊക്കെ വേറെ ഏതായാലും ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.